ഹായ് ഫ്രണ്ട്സ്, സൈറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ചിക്കനിലേക്ക് തേച്ച് വെക്കുക, അതായത് മാരിനേറ്റ് ചെയ്യാനുള്ളൊരു മസാല റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട്, നമ്മൾ അധികം വെള്ളം ആവരുത് കേട്ടോ, കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാനുള്ള ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. കണ്ടപ്പോൾ നന്നായിട്ട് ചിക്കനിലേക്ക് ഞാനിപ്പോൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലേക്ക് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് മുരിഞ്ഞു വരുന്നുണ്ട് ചിക്കൻ. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കനും കൂടി പൊരിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല എല്ലാ ചിക്കനും ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.